الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. CJയുടെ 112ാം വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ നടന്ന വിളംബര ജാഥയുടെ സമാപനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. സ്വാഗതം പറയുന്നത് നമ്മളുടെ പ്രിയങ്കരനായ മാനേജർ റസാഖ് സാറാണ്. റസാഖ് സാർ CJയിൽ വന്നതിന് ശേഷം 111ാം വർഷത്തിൽ മഞ്ചേരിയിൽ ഇതേപോലെയുള്ള ഷോറൂം തുടങ്ങുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. 112ാം വാർഷിക ദിനത്തിൽ കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ തരികളാൽ ഉളകമണയിച്ച ഈ നാടിൽ ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ തുടങ്ങുവാൻ വിചാരിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇത് സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് CJയുടെ മാനേജർ റസാഖ് സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. 112ാം വാർഷികത്തോടനുബന്ധിച്ച് CJയുടെ പുതിയൊരു അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ ഗോദ്രേജിൽ പോലും ഇല്ലാത്തൊരു സംവിധാനമാണ് നമ്മളെ ഇവിടെ അല്ല, ഇതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ മഞ്ചേരിയിലാണ് നമ്മൾ ആ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ ഐറ്റങ്ങളും ഒരു ഷോറൂമിൻ്റെ കീഴിൽ, അതാണ് നമ്മുടെ ഉദ്ദേശം. ഈ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ മഞ്ചേരിയിൽ നടത്തിയത്. അതിനുശേഷം കാലിക്കറ്റിൽ മീൻചന്തയിൽ ആരംഭിക്കുകയാണ്. CJയെ സ്റ്റാർട്ട് ചെയ്ത് 112ാം വർഷത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത് അടുത്ത ഷോറൂമുകൾ മുന്നോട്ട് പോകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കമ്പനിയുടെ എല്ലാ ആളുകൾക്കും അതുകൂടാതെ നാട്ടുകാർക്കും CJയുടെ സ്റ്റാഫിനും പ്രത്യേകമായി സ്വാഗതം പറയുന്നു. ഈ പരിപാടിയിലേക്ക് CJയുടെ MD അശ്വൻ സാറിനെ ക്ഷണിക്കുന്നു. CJയുടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള കമ്പനി സ്റ്റാഫ്, നാട്ടുകാർ, എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഇതൊരു പരിപാടിയിലേക്ക് ക്ഷണം സ്വീകരിച്ചിട്ടുള്ളത്. നമസ്കാരം. അതീവ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങളുടെ ടീം, ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ടീം ഇന്നിവിടെ നിൽക്കുന്നത്. ഗോദ്രേജ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനവും ഏറ്റവും സക്സസ്ഫുള്ളായ ഒരു കമ്പനിയാണ്. ഗോദ്രേജ് ഇന്ത്യയിൽ ആരംഭിച്ചിട്ട് ഏകദേശം 115 വർഷത്തോളമാണ്. അതിൻ്റെ അർത്ഥം 112 വർഷം പഴക്കമുള്ള CJയെ ഗോദ്രേജിൻ്റെ തന്നെ ഏറ്റവും ആദ്യത്തെ ഡീലർമാരിൽ ഒരാളാണ്. അന്ന് നമുക്ക് വളരെയധികം ഡീലേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ തുടരെ ഇന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന വളരെ ചുരുക്കം ചില ഡീലേഴ്സിൽ ഒന്നാണ് CJ. അപ്പോൾ അവരുടെ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവരുടെ ഓരോ എക്സ്പാൻഷൻ പ്ലാൻസിലും ഗോദ്രേജിൻ്റെ ഭാഗമായി ഞാനും ഭാഗവാക്കായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളുടെ ഒരു ആഗ്രഹമായിരുന്നു, കോഴിക്കോട് ആണ് CJ കേരളത്തിലെ ആദ്യം തുടങ്ങിയത്. അപ്പോൾ ഈ കോഴിക്കോട് നഗരത്തിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനം പൂർവ്വം പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു ഷോറൂം വേണമെന്നുള്ളത് ഇന്ന് ആ ഒരു സുദിനമാണ്. ഗോദ്രേജിന്റെ എല്ലാ കേപ്പബിലിറ്റീസും കാണിക്കാൻ തക്ക ഒരു ഷോറൂമാണ് ഇന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു സുദിനത്തിന്റെ പാർട്ടാകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. CJയുടെ ഇതുവരെയുള്ള പ്രവർത്തികൾ പ്രശംസനീയമാണ്. കേരളത്തിലെ എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ പല ബിസിനസ് ഗ്രൂപ്പിലും പ്രഥമ സ്ഥാനം CJയുടെ ബിസിനസ്സിനുണ്ട്. ഞങ്ങളുടെ എല്ലാ പുതിയ ഇനീഷ്യേറ്റീവ്സിലും CJ ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്.
കേരളത്തിലെ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ ഇന്ത്യയിലെയും പ്രഥമമായ ഒരു പരിഗണന CGI എന്ന പ്രസ്ഥാനത്തിനുണ്ട്. ഗോദ്രേജ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് CGIയിലും CGIയുടെ സ്റ്റാഫിന്റെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്നും എനിക്കറിയാം. ഗോദ്രേജിനെ കുറിച്ച് പറയുമ്പോൾ അവർ കാണിക്കുന്ന ആവേശവും പ്രൗഢിയും എല്ലാം അത് തന്നെയാണ് വിളിച്ചു പോകുന്നത്. ഇങ്ങനെയുള്ളൊരു ഡീലേഴ്സിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നതിൽ ഗോദ്രേജിനും സന്തോഷമുണ്ട്. അപ്പൊ ഈ പുതിയ സംരംഭത്തിന് CGIയുടെ ഈ പുതിയ സംരംഭത്തിന് ഗോദ്രേജിന്റെ വിധമായ ഭാഗത്തു നിന്നുള്ള എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ വർഷം മുതൽ ഗോദ്രേജിന്റെ ഫർണിച്ചർ, ഹോം ഫർണിച്ചർ ഐറ്റംസ് എല്ലാം ഗ്രീൻ ഫർണിച്ചർ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായി ആ ഒരു ക്യാമ്പയിൻ എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കേരളം മൊത്തമായി ഏകദേശം 1,00,000-ഓളം വൃക്ഷം തൈകൾ വിതരണം ചെയ്യാനുള്ള ഒരു പദ്ധതി ഗോദ്രേജിനുണ്ട്. അത് ആവേശപൂർവ്വം CGI കോഴിക്കോട് നടപ്പാക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇവന്റിൽ 112 വർഷം തികച്ച ഏകദേശം 112 തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ഈ ഒരു ഇനിഷ്യേറ്റീവിന് തുടക്കം കുറിക്കുന്ന വിവരവും ഞാൻ സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിച്ചുകൊള്ളും. ഈ ഒരു കാരണത്തിലൂടെ പരിസ്ഥിതിയോടുള്ള പ്രതിബദ്ധത ഗോദ്രേജും CGIയും വിളിച്ചോതുകയാണ്. എല്ലാവരും ഈ ഒരു ഇനിഷ്യേറ്റീവിനോട് സഹകരിക്കണം. ഗോദ്രേജിന്റെ ഫർണിച്ചർ ഉപയോഗിക്കുന്നത് പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ആക്ടിവിറ്റിയാണ്. അതിനുള്ള ഇന്റർനാഷണൽ ഏജൻസിയുടെ സർട്ടിഫിക്കറ്റാണ് ഗോദ്രേജിന് കിട്ടിയിരിക്കുന്നത്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗവുമായിട്ടും കേരളത്തെ കൂടുതൽ പച്ചപ്പുതപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുമാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സംരംഭത്തിനും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസിയുടെ ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ കമ്മീഷൻ ജനറൽ ഏജൻസി എന്ന സ്ഥാപനവുമായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഒരു ഇവിടുത്തെ പ്രസംഗിച്ച വ്യക്തി പറഞ്ഞത് 115 കൊല്ലമായി ഗോദ്രേജ് എന്ന സ്ഥാപനം തുടങ്ങിയിട്ടും അതിൽ 112 വർഷമായി ഒരേ ഡീലർ തന്നെ കമ്മീഷൻ ജനറൽ ഏജൻസി കോഴിക്കോട് പ്രവർത്തിച്ചു വരികയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇത്രയും അധികം നീണ്ടു നിൽക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താവുന്ന ഒരു സംഗതിയായിരിക്കും. ഇത്രയും ലോങ് അസോസിയേഷൻ. നമ്മുടെയൊക്കെ വീട്ടിൽ ഗോദ്രേജിൻ്റെ ഫർണിച്ചർ നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ വാങ്ങിച്ച ഫർണിച്ചർ ഇപ്പോഴും ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ആ ക്വാളിറ്റി പിന്നെ ഈ ഡീലർ കാണിച്ച ആ ഒരു ബന്ധവും വളരെയധികം സന്തോഷം ഉള്ള ഒരു കാര്യമാണ്. പിന്നെ കഴിഞ്ഞ 8 വർഷമായിട്ട് ശ്രീ അഷ്റഫും ടീമും ഇതിൻ്റെ സാരഥ്യം ഏറ്റെടുത്തതിന് ശേഷം വളരെയധികം വളർച്ച കാണാനായിട്ടുണ്ട്. ഇതിന് ഉദാഹരണമാണ് മഞ്ചേരിയിലുള്ള ഷോറൂം, ഇവിടെയുള്ള ഈ ഷോറൂമും. ഇതിനെല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഇപ്പോൾ ബോംബെ നമ്മൾ എത്തിപ്പെടാൻ ഒരു തടസ്സമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഷോപ്പ് ഇനാഗുറേഷനുള്ള കർമ്മം ഗോദ്രേജ് അപ്ലയൻസ് കേരള ബ്രാഞ്ച് ഹെഡ് മിസ്റ്റർ വെങ്കട്ടരാമൻ വെങ്കടേശൻ ഇന്റീരിയർ ഡിവിഷൻ ഹെഡ് ഗോദ്രേജ് ആൻഡ് ബോയ്സി ഇദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അതിനുശേഷം അപ്ലയൻസിൻ്റെ ഫസ്റ്റ് സെയിൽ ചെയ്യേണ്ടത് കേരള ബ്രാഞ്ച് ഹെഡ് അപ്ലയൻസിൽ വെങ്കട്ടരാമനാണ്. ഫസ്റ്റ് സെയിൽ ഇന്റീരിയർ ഫർണിച്ചറിൽ ചെയ്യേണ്ടത് മിസ്റ്റർ ബേസി അബ്രഹാമാണ്. പിന്നെ എർഗോമീറ്ററിൻ്റെ ഒരു ഡിസ്പ്ലേ ഇനാഗ്രേഷൻ ഉണ്ട്. എർഗോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഘടനയ്ക്ക് അനുസൃതമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ചെയർ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെ തിരഞ്ഞെടുക്കാമെന്നൊരു സംവിധാനമാണ്. അത് ചെയ്യേണ്ടത് മിസ്റ്റർ മനോജ് കുമാറാണ്, ഡെപ്യൂട്ടി മാനേജർ ഇൻറ്റീരിയർ. അദ്ദേഹം CGI ആയിട്ട് പഴയ കാലം മുതലേ കണക്ഷനുള്ള ഒരാളാണ്. വീണ്ടും കോഴിക്കോട് ഭാഗത്തേക്ക് വന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ
നന്ദി പ്രകാശത്തോടു കൂടി നമ്മുടെ ഇനാഗറേഷൻ ആരംഭിക്കും. നന്ദി പ്രകാശിക്കാൻ നമ്മുടെ ദേവദാസ് ഗോദ്രേജിന്റെ ശ്രീ വെങ്കടേശൻ ഇന്റീരിയർ AGM, ശ്രീ വെങ്കട്ടരാമൻ കേരള ഹെഡ് അപ്ലയൻസ് ഡിവിഷൻ, ശ്രീ ബിനു അബ്രഹാം സീനിയർ മാനേജർ ഇന്റീരിയർ, ശ്രീ മനോജ് കുമാർ ഡെപ്യൂട്ടി മാനേജർ ഇന്റീരിയർ, മിസ്റ്റർ ടിൻജു ഡെപ്യൂട്ടി മാനേജർ ഇന്റീരിയർ ഫ്ലോർവെൽ, മിസ്റ്റർ ഷെവിൻ ഡെപ്യൂട്ടി മാനേജർ ഇന്റീരിയർ ഫർണിച്ചർ, കൂടാതെ വിനോദ് സാർ, കൂടാതെ ഞങ്ങൾ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും ഞാൻ എൻ്റെ പേരിലും CGയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചവരെ ഉദ്ഘാടനത്തിൽ എത്തിയിരിക്കുന്ന മാന്യ വ്യക്തികളോടും ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.
CGA കമ്മീഷൻ ജനറൽ ഏജൻസിൻ്റെ 112 വാർഷികം 112 വാർഷികത്തോടനുബന്ധിച്ച് 112 വിഷത്തൈകൾ വിതരണം ചെയ്യാമെന്നാണ്. അതിൻ്റെ മാഹാത്മ്യത്തെ പറ്റിയൊക്കെ രാവിലെ ഗോദറേജിൻ്റെ ആളുകൾ വന്ന്, പ്രമുഖ വ്യക്തികൾ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. നമ്മൾ രാവിലെയാണ് ഈ പരിപാടി കണ്ടിരുന്നത്. പക്ഷേ നമ്മളെ നിർഭാഗ്യവശാൽ നമ്മളിത് നടത്തേണ്ടിയിരുന്ന ശോഭീന്ദ്രൻ മാസ്റ്റർ അച്ഛൻ മരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ സഞ്ചയനമായിരുന്നു. സഞ്ചയനം കഴിഞ്ഞതിന് ശേഷം മാസ്റ്റർ വരാമെന്ന് പറഞ്ഞപ്പം ഈ സമയം കൂടി നമ്മൾ നിങ്ങളൊക്കെ സൗകര്യമൊക്കെ പരിഗണിച്ചിട്ട് ഈ സമയം തിരഞ്ഞെടുത്താണ്. ഏതായാലും ഈ വ്യസന സമയത്ത് പോലും ശോഭീന്ദ്രൻ മാസ്റ്റർ, നമുക്കറിയാം ശോഭീന്ദ്രൻ മാസ്റ്ററെ പറ്റി നിങ്ങൾക്കും അറിയാം, കൂടുതലൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കോഴിക്കോട് ജില്ലയിലെ അല്ല, കേരളത്തിൽ തന്നെ പ്രമുഖ സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നത്. അല്ലാണ്ട് ഈ ദിവസമൊക്കെ ആളുകൾ ഈ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കപ്പെടിയിരുന്നു. ഏതായാലും ഈ സമയത്ത് പോലും ഇവിടെ എത്തിച്ചേർന്ന ശോഭീന്ദ്രൻ മാസ്റ്റർക്ക് അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ CP അബ്ദുറഹ്മാൻ ജൈവ കർഷക സമിതിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം ഒരു വ്യാപാരി കൂടിയാണ്. ഈ വ്യാപാര രംഗത്തുള്ള ആളുകളെ ഈ കർഷക രംഗത്ത് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. എങ്കിലും അദ്ദേഹം ജൈവ കർഷക സംബന്ധമായിട്ടുള്ള പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുകയും മറ്റുമുണ്ട്. അതുപോലെ പ്രസാദ് മാസ്റ്റർ സ്കൂളിൽ നിന്ന് പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മളെ പരമേശ്വരൻ മാസ്റ്റർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ ഈ രാമകൃഷ്ണ മിഷൻ സ്കൂളിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഞാൻ പഴയകാല സ്കൂളിലെ PTA പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾക്കൊക്കെ അറിയാത്തൊരു കാര്യമുണ്ട്. ഞാൻ തൊട്ടടുത്ത ഈ സ്കൂളിൽ ഏകദേശം 10,000 പഠിക്കുന്ന സ്കൂളിൽ 13 കൊല്ലം തുടർച്ചയായിട്ട് ഒരു PTA പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന ആളാണ്. ഈ സംഗതി വന്നപ്പം തന്നെ ആദ്യമായി സ്കൂളിൻ്റെ മുഖമാണ് എൻ്റെ ചിത്രത്തിലേക്ക് വന്നത്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിസ്ഥിതി അവാർഡ്, കാർഷിക അവാർഡ് 3 പ്രാവശ്യം തുടർച്ചയായിട്ട് 3 വർഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കിട്ടിയിരുന്നു. അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ 3 അവാർഡുകൾ, അതുപോലെ പ്രൈവറ്റ് മേഖലയിലുള്ള ഒരുപാട് അവാർഡുകൾ പരിസ്ഥിതി സംബന്ധമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ആ സ്കൂളിൽ തന്നെയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതും. നിങ്ങളിവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം രേഖപ്പെടുത്താണ്. 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒക്കെ ഒരു മാനേജർ പ്രസാദ് സാറ്. വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് മീഞ്ചേരിയിലെ പുതിയ ഷോറൂം ഉദ്ഘാടനം ഇന്ന് രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ്. രാവിലെ തന്നെ നടക്കേണ്ട ഒരു പരിപാടിയായിരുന്നു. സാറിന് ചേരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ സമയത്തേക്ക് ആക്കിയതാണ്. ഈ പരിപാടി വൃക്ഷത്തൈ വിതരണത്തിന് ഉദ്ഘാടനത്തിന് വേണ്ടി ശോഭീന്ദ്രൻ മാഷെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇരിക്കാൻ സൗകര്യമുണ്ടാക്കുക. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം നാം ഇരിക്കുന്നു. സൗകര്യമായി ഇരിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ആവശ്യമാണ്. സൗകര്യമായി കിടക്കുക എന്നുള്ളതും ജീവിതത്തിലെ ആവശ്യമാണ്. ഇരിക്കാൻ ഇരിപ്പിടങ്ങൾ, കിടക്കാൻ കട്ടിലുകൾ, നമുക്ക് പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ അൾമിറകൾ വേണം. നമുക്ക് നമ്മുടെ വിലപിടിപ്പുള്ള എല്ലാം സൂക്ഷിക്കാൻ, വസ്ത്രങ്ങൾ സൂക്ഷിക്കാൻ എല്ലാം അൾമിറകൾ വേണം. എന്തെല്ലാം തരത്തിലുള്ള അൾമിറകൾ നമുക്ക് ആവശ്യമാണോ അതെല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി ഗോദ്രേജ് എന്നുള്ളത് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. താക്കോൽ മുതൽ പൂട്ട് മുതൽ പൂട്ടോടുകൂടിയിരിക്കുന്ന ഖജാനകൾ വരെ, അതുകൂടാതെ നമ്മൾ ഈ പറഞ്ഞ ഇരിപ്പിടങ്ങളും കിടക്കുകളും, ജീവിതത്തിന് വേണ്ടിയിരിക്കുന്ന ഏറ്റവും നല്ല ഉരുപ്പടികൾ, നാം ഇഷ്ടപ്പെടുന്ന ഉരുപ്പടികൾ നന്നായി ചെയ്ത് നല്ല ഉറപ്പോടുകൂടി ചെയ്ത് ലോകത്തിലേക്ക് സംഭാവന ചെയ്യുന്ന കമ്പനി ലോകത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയുടെ ജീവനെക്കുറിച്ചും ചിന്തിക്കുന്നു,
ഈ മണ്ണിനെ കുറിച്ച് ചിന്തിക്കുന്നു, ജീവവായുവിനെ കുറിച്ച് ചിന്തിക്കുന്നു, ജീവജലത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ജീവനുള്ള വൃക്ഷങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു കമ്പനി മഹനീയമായിരിക്കുന്ന ഉള്ളടക്കമുള്ള ഒരു കമ്പനിയായി മാറുന്നു. ലോകം ചിന്തിക്കുന്ന വഴിയാണ് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന വഴി, വൃക്ഷങ്ങളുടെ വഴി, വൃക്ഷങ്ങൾ നടുക. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഒരു അംഗീകാരം ലഭിച്ച സ്കൂളിലെ കുട്ടികളാണ്. ഒരംഗീകാരമല്ല, പല അംഗീകാരങ്ങൾ പല കാലങ്ങളിലായി നേടിക്കൊണ്ടിരിക്കുന്ന, നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് നല്ല പേര് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ഏതാനും വിദ്യാർത്ഥികളാണ് ഇന്നിവിടെയുള്ളത്. ഈ വിദ്യാർത്ഥികളുടെ കൈകൾ ഈ ലോകത്തിന് തണലേകട്ടെ, ഈ ലോകത്തിന് തണുപ്പേകട്ടെ, സംരക്ഷണമേകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്, ഹരി. ഇവിടെ വന്നപ്പോഴാണ് ഹരി ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. ഹരി വളരെ അടുത്ത സ്നേഹിതനായിരുന്നു. പഠിക്കുന്ന കാലം മുതലേ ഒരു ചിന്തിക്കുന്ന സ്നേഹിതനായിരുന്നു. വലിയ കാര്യങ്ങൾ ഒരു പ്രസ്ഥാനമാണ് യൂത്ത് ഓർഗനൈസേഷൻ. ഈ വേൾഡ് യൂത്ത് ഓർഗനൈസേഷൻ്റെ ഫറോക്ക് സിറ്റി യൂണിറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന രമേശ് ബാബുവിൻ്റെ കൂടെയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവാൻ കഴിഞ്ഞതിൽ. എല്ലാം നന്നായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. CGA, ആ 3 അക്ഷരങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. അതുപോലെ ഗോദ്രേജ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ ഓടി വരുന്നു. ഏതായാലും ഞങ്ങളവിടെ രാമകൃഷ്ണ മിഷൻ സ്കൂളിലെ കുറച്ച് കുട്ടികളുമായിട്ട് ഞങ്ങളോട് വന്നിരിക്കുകയാണ്. ഈ കുട്ടികളായ ഇവർക്ക് മാത്രമല്ല ഞങ്ങളുടെ വിദ്യാലയത്തിന് മുഴുവനും ഈ CGAയോടും അതുപോലെ ഗോദ്രേജിനോടും എന്നും ഈ കടപ്പാടുണ്ടായിരിക്കുന്നതാണ്. ഞങ്ങളുടെ ഈ നന്ദി ഞങ്ങൾ എന്നും ഓർമ്മിക്കുകയാണ്. വളരെ നന്ദിയോടുകൂടി കൃതജ്ഞതയോടുകൂടി ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ഈ വൃക്ഷത്തൈകൾ ഞങ്ങളുടെ കുട്ടികൾ ഇവിടുന്ന് കൊണ്ടുപോവുകയും അവയെ വേണ്ടതുപോലെ ഞങ്ങളതിനെ പോഷിപ്പിക്കുകയും പരിലാളിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്യും എന്നതിൻ്റെ തീരുമാനമെടുക്കുകയാണ്. വളരെ കൃതജ്ഞതയോട് കൂടിയിട്ടാണ് കുട്ടികളായ എല്ലാവരും അതുപോലെ ഈ അധ്യാപകനായി ഞാനിവിടെ നിൽക്കുന്നത്. ഏതായാലും കൂടുതൽ സംസാരിച്ച് സമയം വെറുതെ കളയുന്നില്ല. ചടങ്ങുകൾ ധാരാളമുണ്ടായിരിക്കാം. ഈ സ്ഥാപനത്തിന് എല്ലാ ഭാവുകങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. മാസ്റ്റർ ടീമിനോട് ഒരു സോറി പറയാൻ എനിക്കിപ്പോൾ തോന്നി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത്ര മേഖലയിൽ വലിയൊരു പരിചയമൊന്നുമില്ല. ഈ പരിസ്ഥിതി പ്രവർത്തകർ അല്ലെങ്കിൽ അവരുടെ ടീം അതിനെ സംബന്ധിച്ച് ആക്ച്വലി ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ആളുകൾ ആയിരുന്നു ഇവർ, നമ്മുടെ സ്ഥാപനം എന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ പരിപാടിയിൽ ഉദ്ഘാടനം പ്ലാൻ ചെയ്യുമ്പോൾ പല തലങ്ങളും മാറിപ്പോയി. രാഷ്ട്രീയം അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, ഇങ്ങനെ ഈ ഭരണതലത്തിലുള്ളവർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ മേയർ, MP, MLA, മന്ത്രി, ഇങ്ങനെയൊക്കെ. പക്ഷെ ആ സമയത്തൊന്നും സോമൻ ഈ വിഷയം പറഞ്ഞില്ല. അത് സോമൻ എടുത്തു വന്നൊരു വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കത് അറിയില്ലല്ലോ ഇങ്ങനൊരു കാര്യമുള്ളത്. നമ്മളൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുന്നത്. ആക്ച്വലി CGA ഉദ്ഘാടനം ചെയ്യിക്കേണ്ടിരുന്ന ഇവരെ കൊണ്ടായിരുന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഏതെല്ലാം കഴിഞ്ഞു പോയി. ഇനി എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് പരിപാടി ഉണ്ടാകുമ്പോൾ ഇവരെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വാക്കുകയാണ്. കാരണം രാഷ്ട്രീയ പ്രവർത്തകർ, MP-മാർ, MLA-മാർ, ഉദ്യോഗസ്ഥന്മാർ എന്നാൽ അവർക്ക് ഒരുപാട് സമൂഹത്തിൽ ചെയ്യാൻ ഒരുപാട് ജോലി ഉണ്ടാവും. കളക്ടർ നമ്മോട് പറഞ്ഞ് അതുപോലെയാണ്, മേയറും പറഞ്ഞ് അങ്ങനെയാണ്. അവർക്ക് ഒരുപാട് മീറ്റിങ്ങുകളും പൊതുപ്രവർത്തനത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളതിൽ നിന്ന് മാറി. അവർക്ക് ഉച്ചയ്ക്കൊക്കെ ഒഴിവാണ്, പക്ഷെ നമ്മൾ രാവിലെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്ലാനിലുള്ള ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഒന്ന് സംഭവിച്ചു പോയത്. ഏതായാലും ഞാൻ ഒന്നുകൂടി മാഷോടും ടീമിനോടും നന്ദി പറയാണ്.
അതോടൊപ്പം ഇതിൽ പങ്കെടുത്ത വിദ്യാലയത്തിലെ കുട്ടികളോടും ശരിക്കും പറയാനുള്ളതും വളരെയാണ്. കൂടാതെ ഈ വൃക്ഷത്തൈ നടുക എന്നുള്ള ഒരു സംഭവത്തിൽ പ്രവാചകൻ റസൂലിൻ്റെ ഒരു മാതൃക ഉണ്ട്. റസൂൽ സല്ലല്ലാഹു പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ മരിക്കുന്ന അറിഞ്ഞിട്ട് മരണത്തിലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിലും പോകുന്ന വഴിയിൽ നിങ്ങൾക്കൊരു വൃക്ഷത്തെ വെക്കാൻ പറ്റിയാൽ അത് വലിയൊരു കർമ്മമാണ്, അത് ചെയ്യണം എന്നാണ് പറഞ്ഞത്.